അതുകൊണ്ട് ഇന്ന് തന്നെ ഷാജി ബാബുവിനെ കണ്ട് സംസാരിക്കണം. ബാബുവിൻ്റെ സേവനം ഇനിയും സംഘടനയ്ക്ക് ആവശ്യമുണ്ട്. വായിച്ചുകൊണ്ടിരുന്ന റിപ്പോർട്ട് ഷാജി പൂർത്തിയാക്കുന്നതാണ്. അതിനുശേഷം യോഗം അവസാനിപ്പിക്കാം. ഇതിലിനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. കമ്മിറ്റിയുടെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ ഇന്ന് തന്നെ ബാബുവിനെ കാണുന്നുണ്ട്. വെളിച്ചം എന്ന ഈ സംഘടന 10ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ മുൻ വർഷങ്ങളിലെന്ന പോലെ സാമ്പത്തികമായി കഴിവില്ലാത്തവരെ കണ്ടെത്തി സഹായമെത്തിക്കാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ യോഗം അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ നിന്നെ വന്ന് കാണാൻ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ലേബർ ക്യാമ്പിൽ പോകുന്ന വഴിക്ക് ഇങ്ങോട്ടൊന്ന് കയറി. വണ്ടിയിൽ കുറച്ച് ഫുഡുണ്ട്. സനയ്യയിലെ ലേബർ ക്യാമ്പിലേക്കുള്ളതാണ്. അത് കഴിഞ്ഞ് നാഷണൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സാദിഖിനൊന്ന് കാണണം. കാര്യം പറഞ്ഞപ്പോൾ നോക്കിയിട്ട് ചെയ്യാമെന്ന് സമ്മതിച്ചു. അവനോട് ഞാനും പറയാം. അതെ, ഒരു ചാരിറ്റിയുടെ കാര്യത്തിനല്ലേ. കൂടെ വരുന്നോന്ന് ചോദിക്കണമെന്നുണ്ട് നിന്നോട്. പക്ഷേ നിനക്ക് വരാൻ താല്പര്യമില്ലാന്ന് അറിയാവുന്നതുകൊണ്ട് ചോദിക്കുന്നില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഡാ മക്കളെ, ഇന്നത്തെ മീറ്റിംഗിൽ നിന്നെ അവിടെ എല്ലാവരും ചോദിച്ചു. ഒരിക്കൽ പോലും യോഗങ്ങളിൽ വരാത്ത ബാബുവിനെ കഴിഞ്ഞ 3-4 മീറ്റിംഗ് കണ്ടപ്പോൾ അവിടെ എല്ലാവർക്കും അതിശയമായിരുന്നു. നിനക്ക് മനമാറ്റം വല്ലതും ഉണ്ടായോന്നാ സംസാരം. ഓർക്കറിയില്ലല്ലോ നിനക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ സഹായിക്കാൻ വേണ്ടിയാ നീ മെനക്കെട്ടിറങ്ങിയെന്ന്. ഞാനായിട്ട് പറഞ്ഞില്ല. നീ നിന്റെ സ്വാർത്ഥത കാണിച്ചു വരും. ഞാനെന്തിനാ ഇപ്പോൾ ഓരോട് പറയുന്നേ? ജീവിതം ചില സന്ദർഭങ്ങളിൽ അങ്ങനെയാണ്. കയ്യിലെ പണവും സ്വത്തും ഒന്നും പോരാത്തൊരവസ്ഥ വരും. അന്ന് നമ്മുടെ മടിയും ഇമേജും മാറ്റിവെച്ച് ഇതുപോലുള്ള സംഘടനയെ ആശ്രയിക്കേണ്ടി വരും. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു കളിയാടോ. എന്നാ ശരി. ജീവിതം ചില സന്ദർഭങ്ങളിൽ അങ്ങനെയാണ്. കയ്യിലെ പണവും സ്വത്തും ഒന്നും പോരാത്തൊരവസ്ഥ വരും. അന്ന് നമ്മുടെ മടിയും ഇമേജും മാറ്റിവെച്ച് ഇതുപോലുള്ള സംഘടനയെ ആശ്രയിക്കേണ്ടി വരും. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു കളിയാടോ. ഷാജി, വെളിച്ചത്തോടൊപ്പം ഇനി ഞാനും ഉണ്ട്. നന്നായിടോ. റൂമിൽ വെറുതെ ഇങ്ങനെ ചടഞ്ഞുകൂടി നിന്നിട്ട് എന്ത് കാര്യം? മോനെ, ഡിക്കിയിൽ സാധനമുണ്ട്. അതെടുത്തിട്ട് ക്യാമ്പോസിന് കൊണ്ടുപോയി കൊടുക്കുക. നീ വരണോ? ഞാനും വരാം. അതെ, ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ എൻ്റെ മക്കളെയും കൂട്ടാറുണ്ട്. അവർ ഫ്ലാറ്റുകളും ആളുകളും മാത്രം കണ്ട് വളരാൻ പാടില്ലല്ലോ. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളും കൂടി അവർ കാണട്ടെ. അപ്പോഴേ അവരിൽ സ്നേഹവും അനുകമ്പയും ഒക്കെ ഉണ്ടാവും. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും മറ്റും എത്രമാത്രം നമ്മൾ കാശ് ചെലവഴിക്കുന്നു. ഏത് സ്കൂളിലും കോളേജിലും അയച്ചു പഠിപ്പിച്ചാലും കിട്ടാത്ത ഒന്നുണ്ട്: ജീവിത മൂല്യങ്ങൾ. അതവർക്ക് പകർന്നു കൊടുക്കാൻ മാതാപിതാക്കളെക്കാൾ വലിയ ഗുരു വേറെയില്ല. ഉപദേശം കൊണ്ടല്ല, നമ്മുടെ ജീവിതം കൊണ്ടാണ് അവരിലേക്കത് പകരേണ്ടത്.